ചീത്ത വിളിയൊക്കെ ഉണ്ട്, നമ്മളെ ഡയറക്ടർ പറയുന്നുണ്ട്. സത്യം പറയാൻ കുഴപ്പമില്ല, നല്ല പടം, നമ്പർ വൺ. ടോമിനിയുടെ നല്ല നല്ല നമ്മൾ പ്രതീക്ഷിച്ചത് അത്ര തന്നെയാണ്. നല്ല എൻ്റെ എടുത്തോണ്ട് ഇത് വേറൊരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഒട്ടും ബോറടിപ്പിക്കാത്ത വിത്ത് ഫാമിലി നമുക്ക് എന്റർടൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമ. ആഫ്റ്റർ ആവേശം, ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിലിം. ഊച്ചതിന് എത്ര വന്നിട്ടില്ല, പ്രതീക്ഷിച്ചതിന് എത്ര ഒരു ടൈം വാച്ചിങ് അത്രേ ഉള്ളൂ. അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹം ഉള്ളതല്ലേ, അവർക്ക് വേണ്ടി ഒരു ടൈം ഇരുന്ന് കാണാം, അല്ല കൂടുതലൊന്നും ഇല്ല. നല്ല ഫിലിമാണ്. കണ്ണ അടിപൊളിയായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. ഏറ്റക്കുറിച്ചുകളും അതിൻ്റെ ഗെയിമുകളും കളികളും എല്ലാം പ്രേക്ഷകനും അതിൻ്റെ അകത്തോട്ട് പോകുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യും. എനിക്ക് തോന്നുന്നത് മറ്റേ ഈ മലയാള സിനിമകളിലൊക്കെ നടന്മാരും സൂപ്പർ സ്റ്റാറുകളൊക്കെ മറ്റ് നോർത്ത് ഇന്ത്യൻ ലോബി വെച്ച് നോക്കുമ്പോൾ അത്ര ജാടയുള്ള ആൾക്കാരായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഇത് നോർത്ത് ഇന്ത്യൻ ആക്ടേഴ്സിന് ഒരു തുറന്ന പുസ്തകമാണ്. കാരണം മലയാളത്തിൽ നിന്ന് ഇനിയും അവർക്കൊക്കെ പഠിക്കാനുണ്ട്. ടൊവിനോ എനിക്കൊരു ഹോളിവുഡ് ഫിലിം സ്റ്റാറിനെ പോലെ ഫീൽ ചെയ്തു. ഗംഭീര നടൻ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഫിലിം ഫാമിലിക്കും എല്ലാവർക്കും പറ്റിയ പടമാണ്. പിന്നെ സിനിമ അറിയാനും സിനിമയെ ഒരു ആക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിക്കും നന്നായിട്ട് ഈ സിനിമയിൽ നിന്ന് മനസ്സിലാക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ലൈക്ക് ഓരോ ക്യാരക്ടർ ലൈക്ക് വേറെ ഡിഫറെന്റ് എടുത്തോണ്ട് ഇത് വേറൊരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. സിനിമ ഹണീബി പോലെ ഒത്തില്ല. ഹണീബി പോലെ ഒരു നല്ലൊരു ഫിലിം എന്ന് പറഞ്ഞാണ് വന്നത്. പക്ഷേ ടൊവിനോ തോമസ് പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നമ്മുടെ വിക്രത്തിന്റെ ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. അതേപോലെ നമ്മൾ മലയാളത്തിൽ നമ്മളെ വിക്രം എന്ന് പറയുന്നത് നമ്മുടെ ടൊവിനോ തോമസ് ആണ്. ലുക്ക് അളിയൻ്റെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്, അപാര ലുക്ക്. എനിക്കാണെങ്കിൽ കണ്ടിട്ട് അളിയന് ഒരു ഉമ്മ കൊടുക്കാനാണ് തോന്നുന്നത്. കുമാറിൻ്റെ മോൻ അവൻ അത്യാവശ്യം കോമഡി കാര്യങ്ങളൊക്കെ ഉണ്ട്. പടം ആവറേജ് ആണ്. പിന്നെ ഭാവന ചേച്ചി ഒരുപാട് നാൾക്ക് ശേഷം വന്ന സിനിമയാണ് ഇത്. പക്ഷേ ഭാവന ചേച്ചിക്ക് കൊടുക്കേണ്ട നല്ലൊരു ക്യാരക്ടർ കൊടുക്കണമായിരുന്നു, എങ്കിൽ അവർ തകർത്തനായിരുന്നു. ഒരു ശകലേ ഉള്ളൂ അവർ. നല്ല രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. ബാക്കി കോമഡിയും കാര്യങ്ങളും പിന്നെ ഫാമിലി എന്ന് വന്ന് കാണാനെന്ന് വെച്ച് കഴിഞ്ഞാൽ പടം അത്ര ഒരു നല്ലത് അങ്ങനെയല്ല ഞാൻ പറയണത്, ഒരു ആവറേജ് പോലെയാണ്. ഫാമിലി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ വലുതായിട്ട് അവരൊന്നും പ്രേക്ഷകർ കയ്യിലെടുക്കത്തില്ല പെട്ടെന്ന്. നമ്മുടെ മലയാളത്തിലെ നല്ല ഒരു നടനുണ്ട്, പുള്ളിയുടെ പേര് അനൂപ് മേനോൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആവറേജ് മൂവിയാണ് അളിയ. Tobino's Nadigar movie was a really good movie, refreshing, and Tobino was amazing as always on the screen. I'm in love with the costumes, the picturizations, the frames, all of it. ക്ലൈമാക്സിൽ ടോവിനോ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം എനിക്ക് അങ്ങോട്ട് ഏറ്റില്ല. കാസ്റ്റിംഗ് ഉള്ളായിരുന്നു, എല്ലാവർക്കും അതിൻ്റെതായ സ്ക്രീൻ സ്പേസ് ഇല്ലേ, അത് നല്ലപോലെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ സൗബിൻ സാറിൻ്റെ റോളായാലും അല്ലായിരുന്നു, ഓറൽ ഓക്കെയാണ്.